ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിലാഷ്. ഇന്ന് നമ്മൾ ഒരു കീബോർഡ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് ലോഗിടെക് എന്ന് പറയുന്ന കീബോർഡാണ്. ലോഗിടെക്കിൻ്റെ MK540 അഡ്വാൻസ്ഡ് ഒരു വയർലെസ് കീബോർഡാണ്. ഇതാണ് ഇതിൻ്റെ ഇതിൽ മൗസിന് 18 മാസമാണ് ബാറ്ററി ലൈഫ്. കീബോർഡിന് 36 മാസം ബാറ്ററി ലൈഫ് അവർ പറയുന്നുണ്ട്. ഇതതിൻ്റെ ഒരു ചെറിയ അതിൻ്റെ ഡോഗ്ലറാണ്. ഈ ഒരു സെയിം ഡോഗ്ലർ വെച്ചിട്ടാണ് ഈ കീബോർഡും ഈ മൗസും ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചും കൂടി വീതി കൂടിയ ഒരു കീബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എങ്ങനത്തെ ബാറ്ററിയാണ് ഉപയോഗിക്കണം എന്നുള്ളത് ഉണ്ട്. കീബോർഡിന് 2 AA സൈസ് ബാറ്ററിയും മൗസിന് ഒരു AA സൈസ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡോഗ്ലർ എന്ന് പറയുന്നത് യൂണിഫൈങ് റിസീവർ ഉള്ളതാണ്. യൂണിഫൈങ് റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, ഈ റിസീവർ സപ്പോസ് ഈ റിസീവർ കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വേറൊരു റിസീവർ ഉപയോഗിച്ചാൽ ഈ 2 സാധനം നമുക്ക് കണക്ട് ചെയ്യാം. ഒരേ സമയം നമുക്ക് 6 ഡിവൈസസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു സൈഡ്. ഓക്കെ, ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ്. ഇതിൻ്റെ അടിഭാഗത്താണ് അതിന് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. മോഡൽ നമ്പർ ഉണ്ട്, പിന്നെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഇതിൻ്റെ റേറ്റ് 4495 രൂപ ഇൻക്ലൂസീവ് ഓൾ ടാക്സസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് അവരുടെ MRP റേറ്റ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കീബോർഡ്, ഒരു മൗസ്, റിസീവർ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ. മെയ്ഡ് ഇൻ ചൈനയാണ് ഇതിൻ്റെ ഒറിജിൻ. സെപ്റ്റംബർ 2021 ആണ് മാനുഫാക്ചറിംഗ് ഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ മാസം, ഇത് ഇപ്പം ഞാൻ 6 ഒക്ടോബർ 2021 ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ സെപ്റ്റംബറാണ്, അതായത് ഒരു മാസം മുമ്പ് മാനുഫാക്ചർ ചെയ്തതാണ്. ഇത് എനിക്ക് അയച്ചത് ആമസോണിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ആമസോണിൻ്റെ പാക്കിംഗ് അല്ല വന്നത്. ഇത് നേരെ ഇവരുടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വന്നത്. ഇവിടെ കീബോർഡിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. 36 മന്ത് കീബോർഡ് ബാറ്ററി ലൈഫ്, ഫെമിലിയർ കീ ഷേപ്പ് ആൻഡ് ഫീറ്റ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കാം. മൗസിനും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫുൾ സൈസ് കീബോർഡാണ് ആക്ച്വലി. ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, 3 ബട്ടൺ ഉണ്ട്, അഡ്വാൻസ്ഡ് ഒപ്റ്റിക്കൽ ട്രാക്കിങ്, പിന്നെ റബ്ബർ ഗ്രിപ്പ്. ഇതിനകത്താണെങ്കിൽ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്, ക്യാപ്സ് ലോക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, ഓൺ ഓഫ് പവർ ഉണ്ട്. യൂണിഫൈങ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ടൈനി USB, വയർലെസ് എൻക്രിപ്ഷൻ ഉണ്ട്. 10 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. 2.4 GHz വയർലെസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്പിൽ റെസിസ്റ്റൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ടിൽറ്റ് പൊസിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. USB, വിൻഡോസ് 10, വിൻഡോസും ക്രോം OS മാത്രം സപ്പോർട്ട് ചെയ്യുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉബുണ്ടു ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. അത് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം എന്തായാലും. ഇതിൻ്റെ അപ്പോൾ നോക്കിയത് അൺപാക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മൗസ് കളർ മാറ്റി വയ്ക്കുന്നു. ഇത് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് കാണണ്ടോ. ഇതാണ് ഇതിൻ്റെ യൂണിഫൈങ് ഡോഗ്ലർ. ഇതാണ് ഈ ഒരു സിമ്പിൾ ഉണ്ടാവും. യൂണിഫൈങ് ഈ യൂണിഫൈങ് റിസീവർ എന്ന് പറയുന്ന ഈ എന്താ നമ്മുടെ ലോഗിടെക്കിൻ്റെ മാത്രമുള്ള ഒരു ടെക്നോളജിയാണ്. ഇത് വേറെ ആർക്കും ഇതുവരെ പേറ്റൻ്റ് അവരെടുത്തിരിക്കുന്നതാണ്. അപ്പം വേറെ ആർക്കും ഉണ്ടാവില്ല, ഇവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്കാർ മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. then ഇതിൻ്റെ കീബോർഡാണ്. കീബോർഡ് വൈറ്റ്. ഒരു കാര്യം, ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, ഇതിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് ആണ്. അതെടുക്കാം. ഇതാണ് ഇതിൻ്റെ കീബോർഡ്. കുറച്ചും കൂടി ഇത് സാധാരണ കീബോർഡിനേക്കാളും കുറച്ചും കൂടി വീതി കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ബുക്ക്ലെറ്റ്, 2 ബുക്ക്ലെറ്റ്സ് ഉണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ബാറ്ററിയുടെ ഇവിടെ ഒരു ഇതുണ്ട്, അത് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ചൈനീസ്, ഇംഗ്ലീഷ്, കുറച്ച് ലാംഗ്വേജസിൽ എഴുതിയിരിക്കുന്ന ഇതുണ്ട്, വേറെ ലാംഗ്വേജ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതാണ് ഇപ്പോൾ ആക്ച്വലി കീബോർഡ്. ഇതിലൊരു ചെറിയ ഇതുണ്ട്, നമുക്ക് കളയാം. ഇതാണ് നമ്മുടെ കീബോർഡ്. സൗണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കീബോർഡാണ്, സൗണ്ടൊന്നുമില്ല. ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് ഓഫ്, ഇത് ഓണ്. നമ്മൾ ബാറ്ററി ഊരിയിട്ടില്ല, ബാറ്ററിയുടെ ഇത് ഊരിയിട്ടില്ല. നമുക്ക് നോക്കാം. അത്ര ഓഫായി കിടക്കട്ടെ. ഇതിൽ നമുക്ക് വോളിയം കൂട്ടാൻ, വോളിയം കുറയ്ക്കാൻ, മ്യൂട്ട് ചെയ്യാൻ, പിന്നെ നമുക്ക് മൾട്ടിമീഡിയ അതായത് പ്ലേ ബട്ടൺ, ഫാസ്റ്റ് ഫോർവേഡ്, ഫാസ്റ്റ് ബാക്ക്വേഡ്. ഇത് ഫുൾ സൈസ് കീബോർഡാണ്. ഇതായിരിക്കണം തോന്നുന്നു ലൈറ്റ്, നമ്മുടെ ക്യാപ്സ് ലോക്കിൻ്റെ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഉണ്ടായിരിക്കണം തോന്നുന്നു. നമുക്ക് അടുത്തത് നോക്കാം. അതിൻ്റെ സീവർ ഇത് നമുക്ക് നോക്കാം. മൗസ് നോക്കാം. ഇതാണ് മൗസ്. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന, എൻ്റെ കൈ ചെറുതാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, ഓഫ് ആക്കിയിട്ടുണ്ട്.
ഇത്രയാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. വൈറ്റാണ്. ഓക്കെ, നമുക്കിന്ന് അഴിച്ച് നോക്കാം. ഞാൻ അഴിച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഓക്കെ ഇതങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വയ്ക്കും. ഇതിനകത്ത് ഓൾറെഡി ഡ്യൂറസെലിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അത് നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ, അത് വിൽക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ബാറ്ററി ഇട്ടുള്ളത്. ഇത് നമുക്ക് ബാറ്ററി ഇട്ട് നമുക്ക് ഇത് അടയ്ക്കാം. ഇത് ഓൺ ചെയ്താൽ ഇവിടെ ഒരു ലൈറ്റ് വരും. ഇവിടെ ഒരു ഇതും കൂടി നമുക്കതും കൂടി പറിച്ചാൽ ഇത് നമുക്ക് ആവശ്യമില്ല. ഫൈൻ. ഓക്കെ, ഇതിന് വേണ്ടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ലേസർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേരൊക്കെ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓണായപ്പോൾ തന്നെ ഓഫായി പോയി. ഇതിപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓൺ ചെയ്തു. ഞാൻ ഓൺ ചെയ്യാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഓഫ് പൊസിഷൻ ആയതുകൊണ്ടാണ് റെഡ് പെയിൻ്റാണ്, ആക്ച്വലി ലൈറ്റ് അല്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്ക് ആ സൈഡിൽ പച്ച പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓണായി വരും. ഓണായി പെയർ ചെയ്യുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഓഫായി പോകും. ഓക്കെ, പെയറും കംപ്ലീറ്റ് ആവും. നല്ല ഇത് റൈറ്റ് ഹാൻഡ് ഉള്ളവർക്കും ലെഫ്റ്റ് ഹാൻഡും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി കീബോർഡിൻ്റെ കാര്യം നോക്കാം. ഇതിൽ വെക്കാൻ പറ്റുന്ന ഉണ്ട്. നമുക്ക് നോക്കണ്ടോ, ഈ ഡോഗിൽ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. വെച്ചിട്ട് അടയ്ക്കാൻ പറ്റും. ഓക്കെ, അടയ്ക്കാൻ പറ്റും. ഇത് തിരിച്ചും മറിച്ചും നമുക്ക് വെക്കാൻ പറ്റുന്നതിന് കുഴപ്പമില്ല. രണ്ട് രീതിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മൗസ് ഓക്കെ. അതിൻ്റെ അടുത്ത് കീബോർഡ് നോക്കാം. കീബോർഡ് ഫുൾ സൈസ് കീബോർഡാണ്. ഇവിടെ ആക്ച്വലി ഒരു ലോക്ക്, ഇത് ബാറ്ററി ചെക്കാണ്. ഇത് ലോക്കാണ്, വിൻഡോസ് ലോക്കാണെന്ന്, വിൻഡോസ് കീ ലോക്കാന്ന് തോന്നുന്നു. ഇത് ഹോം ബട്ടൺ, ഇത് കാൽക്കുലേറ്റർ എടുക്കാണത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെയാണുള്ളത്. കുറച്ച് സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. സൂം ചെയ്ത് വായിക്കാവുന്നതാണ്. അതിൻ്റെ എത്ര പവർ യൂസ് ചെയ്യുന്ന കൺസെപ്ഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ലെവൽ കണ്ട, ഇതൊരു ലെവൽ, ഇത് രണ്ടാമത്തെ ലെവൽ. 2 ലെവൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ചെറുത് പൊക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചെറുത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് പൊക്കാൻ ബുദ്ധിമുട്ടാണ്, ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുത് പൊക്കിയിട്ട് വലുത് പൊക്കാൻ പറ്റില്ല, ഒടിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം ഇത് തുറക്കാൻ വേണ്ടി. ഇതിൻ്റെ ഗ്രിപ്പ് ഉണ്ട്. ഇവിടെ ഗ്രിപ്പ് ഉണ്ട്, റബ്ബർ ബാറ്റ് ഗ്രിപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ AA സൈസാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ മാറ്റാം, ഇതുപോലെ മാറ്റി. ഓക്കെ, ഇതുപോലെ നമുക്ക് മാറ്റാം. ഇതിങ്ങനെയാണ്. ഓക്കെ, 2 ബാറ്ററി. ഇവിടെ നിന്ന് ആക്ച്വലി നമുക്ക് ഇത് വെക്കാൻ പറ്റുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ നമുക്ക് സ്യൂട്ടായിട്ട് ഇരുന്നോളും. ഓക്കെ, നമുക്കിത് അടയ്ക്കാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഓണാക്കി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ആക്ച്വലി. അത് പാട് വീഴാതിരിക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. വേറെ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടു നോക്കാം. വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള കുറച്ച് വെയിറ്റ് ഉണ്ട്, ബട്ട് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇത് ഓണാക്കി കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് കത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനാണ്. അതായത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ബാറ്ററി ഉണ്ടെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ ബാറ്ററി ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ Logitech 540 MK540 അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന മോഡൽ ഇങ്ങനെയാണ്. ഇനി നമുക്കിത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന്. നമുക്കിത് കീബോർഡ് ടൈപ്പ് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ കീബോർഡ് അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാനോ യൂണിഫൈഡ് റിസീവർ. ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്ഷൻ വരും. ഇപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഓണാക്കിയിട്ടില്ല. ഇത് നമ്മൾ ഓണാക്കാൻ പോകണം. ഇതാണ് എൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തുന്നത് ആക്ച്വലി നമ്മുടെ ഈ റിസീവറായിട്ടുള്ള പെയർ ചെയ്യുന്നതാണ്. പെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഇത് ബാറ്ററി ഇൻഡിക്കേറ്റർ കൂടിയാണ്. ആക്ച്വലി ബാറ്ററി ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ബാറ്ററി ഉണ്ട്, ഓഫായി, പെയറും കഴിഞ്ഞു. ഇതാണ് കീബോർഡ്. ഇപ്പോൾ നമ്മൾ കൈ വയ്ക്കുമ്പോൾ ഈ ഹാൻഡ് റെസ്റ്റ്, ഇതിപ്പോൾ എൻ്റെ ഈ കീബോർഡ് ട്രേ ഇത്രയുണ്ട്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹാൻഡ് വയ്ക്കുമ്പോൾ ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ താന്നു പോകും. നമുക്ക് ഈ എന്താ പറയുക, കൈയുടെ ഈ ഒരു പോർഷൻ നമുക്ക് വെക്കാൻ പറ്റില്ല. നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്യാപ്സ് ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു LED ഉണ്ടായിരുന്നു. അത് ക്യാപ്സ് ലോക്ക് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് പോയിരുന്നു. കാരണം മറ്റുള്ള കീബോർഡുകളിൽ ഇവിടെ ക്യാപ്സ് ലോക്കിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി ബാറ്ററി ഇൻഡിക്കേറ്ററാണ് ഇത്. പിന്നെ ഓൺ ആകുന്നതിൻ്റെ ആ ലൈറ്റും പിന്നെ ഈ ബാറ്ററി ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ആക്ച്വലി ക്യാപ്സ് ലോക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ തന്നെയാണ്. ബാക്കിയുള്ള കീസ് എല്ലാം ഇവിടെ വിൻഡോസ് കീ ഉണ്ട്. മറ്റുള്ള കീസ് FN കീ വെച്ചിട്ട് ഈ പറയുന്ന ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ലോഗി, ഓക്കെ, അതാ പേര് വന്നിട്ടുണ്ട്. ഫുൾ സൈസ് കീബോർഡ് റൗണ്ടഡ് ആണ്. ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ആക്ച്വലി റൗണ്ടഡ് ആണ്. കുറച്ചും കൂടി നമുക്കിപ്പം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം. വളരെ ചെറിയ സൗണ്ടാണ് ആക്ച്വലി. സൗണ്ട് ഇപ്പോൾ സ്പേസ് ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സൗണ്ട് വളരെ കുറവാണ്.
ഓക്കെ, ഇതാണ് കീബോർഡിൻ്റെ കാര്യങ്ങൾ. ഇനി മൗസിലേക്ക് വരികയാണെങ്കിൽ ഇത് മൗസ് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ഇതാണ് ഓൺ ഓഫ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കോഡ് നമ്പർ, സീരിയൽ നമ്പറൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഇത് റബ്ബറൈസ്ഡ് ആണ്. ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻസ് ഈ കൈ പിടിക്കുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും റബ്ബറൈസ്ഡ് ആണ്. ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഇപ്പുറത്ത് റബ്ബർ ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മോൾ ഭാഗം റബ്ബറാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കീബോർഡുള്ള പോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പെയർ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കൽ ഓഫ് ആയി പോകും. ഇതാണ് കീബോർഡ്. ഇതാണ് മൗസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്. കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഇതാണ്. ഇതിൻ്റെ അടിഭാഗം വൈറ്റാണ്. നമ്മുടെ കീബോർഡിൻ്റെ അടിഭാഗം വൈറ്റ് ആയ പോലെ തന്നെയാണ് ഇവിടെയും മൗസ് ആക്ച്വലി വൈറ്റ് കളറാണ്. കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് ഇതാണ്. വളരെ ചെറിയ സൗണ്ടാണ് ആക്ച്വലി ഇതിനകത്ത് കീബോർഡിൻ്റെ സൗണ്ട്. ഇനി ഇതിൽ മറ്റുള്ള കീസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊന്ന് കീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വോളിയം അപ്പ് ചെയ്യുന്ന സമയത്ത് വോളിയം അപ്പ്, വോളിയം ഡൗണ്, മ്യൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാൽക്കുലേറ്റർ വരും. ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കാൽക്കുലേറ്റർ വരും, വീണ്ടും കാൽക്കുലേറ്റർ വരും. അങ്ങനെ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുന്നതനുസരിച്ച് കാൽക്കുലേറ്ററുകൾ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതോടെ പറഞ്ഞു നമ്മൾ ബാറ്ററി ചെക്കറാന്ന് പറഞ്ഞു. ഇനി ഇത് വിൻഡോസ് ലോക്കാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് പ്രസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിൻഡോസ് ലോക്കായി മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മൾട്ടിമീഡിയ കീസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് പോസ് അല്ലെങ്കിൽ പ്ലേ, ഇത് ബാക്ക്വേഡ്, ഇത് ഫോർവേഡ്, ഫാസ്റ്റ് ഫോർവേഡും ഫാസ്റ്റ് ബാക്ക്വേഡും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ പ്ലേ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യാൻ ആരംഭിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ഇത് യൂട്യൂബിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യും. അല്ലാതെ മൾട്ടിമീഡിയ മറ്റുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നെക്സ്റ്റ് ബട്ടൺസ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ കീബോർഡിൻ്റെ MRP റേറ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ബോക്സിൽ റേറ്റ് കാണിച്ചു തന്നിരുന്നു 4495 രൂപയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ ഇതിൻ്റെ ബില്ലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമസോണിൽ ഞാൻ വാങ്ങിച്ചത് 3675 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. 3675 രൂപ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയാണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഉള്ളത്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് 3595 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ബില്ല്. ഇത് 5/10 അതായത് ഒക്ടോബർ 5-ാം തീയതിയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ, ഈ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഈ ലിങ്ക് ഇട്ടിരിക്കാം. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇന്നത്തെ റേറ്റ്, ഇന്നിപ്പോൾ 25 ഒക്ടോബറാണ്. ഇതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത് 3495 രൂപയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിനേക്കാളും പിന്നെയും പ്രൈസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓഫറുകൾ, ബിഗ് സെയിൽ അങ്ങനെ ഇത് വരുമ്പോൾ അവർ അതിൻ്റെ പേരിൽ റേറ്റ് കുറയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരിവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ 25-ാം തീയതിയാണ്, ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ 28-ന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രൈം എടുക്കുകയാണെങ്കിൽ ഒക്ടോബർ 27 വരും. അപ്പോൾ ഇത് കേരളം, എറണാകുളമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ പിൻകോഡ് അനുസരിച്ചാണ് ഇവർ ഡെലിവറി ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പേജിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീബോർഡിൻ്റെ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഇതിനകത്തൊരു ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പർച്ചേസ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള അല്ല, പക്ഷേ ഈ ഒരു കീബോർഡിൻ്റെ ഗുണങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന വോയിസ് ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വേറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ കീബോർഡ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക് വയ്ക്കുമ്പോൾ. പിന്നെ ഇതിനകത്ത് വേറെ അടുത്ത ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി സ്പീൽ റെസിസ്റ്റൻ്റ് കീബോർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ടിൽറ്റ്, 2 തരത്തിലുള്ള ടിൽറ്റുകൾ, പിന്നെ അതിൻ്റെ എന്തൊക്കെ ഓരോ പാർട്സ്, എന്താ പറയുക, നമ്മുടെ പാംറെസ്റ്റ് എവിടെയാണ്, അങ്ങനത്തെ പ്രത്യേകത പറയുന്നുണ്ട്. പിന്നെ ഇതിങ്ങോട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എബോട്ടിനകത്ത് ഇത് ബ്ലാക്ക് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതാണ് എൻ്റെ ഫുൾ നെയിം. ലോഗിടെക് MK540 വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ് ഫോർ വിൻഡോസ് എന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. 2.4 GHz വയർലെസ് ആണ് ഉപയോഗിക്കുന്നത്. യൂണിഫൈങ് USB റിസീവറിന് മൾട്ടിമീഡിയ കീബോർഡിന് 3 വർഷത്തെ ബാറ്ററി ലൈഫ് ഉണ്ട്. PC-ക്കും ലാപ്ടോപ്പിനും ഉപയോഗിക്കാം. ബ്ലാക്ക് കളറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമുക്ക് നോക്കി മനസ്സിലാക്കി പ്യൂർലി ബ്ലാക്ക് അല്ല, ഒരു ചെറിയ ഗ്രേഷ് കളറുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്യൂർലി ബ്ലാക്ക് അല്ല, അത് ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ ടൈപ്പിങ്, പിന്നെ എത്ര മാസം കീബോർഡ്, എത്ര മാസമാണ് കീബോർഡ് 36 മാസം, മൗസ് 18 മാസം, അത് ഡിപ്പെൻഡിങ് ഓൺ യൂസേജ്. അതുപോലെ തന്നെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്,
പിന്നെ എത്ര മീറ്റർ നമുക്ക് ഡിസ്റ്റൻസ് കവർ കിട്ടും എന്നുള്ളതുണ്ട്. കമ്പാറ്റബിലിറ്റി വിത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് 10 വിൻഡോസ് 7 മുതൽ 8, 10 ഓർ ലൈറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ക്രോം OS എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിനക്സിൽ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ലിനക്സിൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. യൂണിഫൈങ് ഇതായതുകൊണ്ടായിരിക്കാം തോന്നുന്നു. യൂണിഫൈങ് ടൈപ്പ് ഡോഗ്ലർ കണക്ടർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ലിനക്സിൽ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫോട്ടോസ്, അതായത് അവരുടെ സൈറ്റിൽ ലോഗിടെക്കിൻ്റെ സൈറ്റിലുള്ള അതേ സെയിം സാധനങ്ങൾ അവരത് കോപ്പി പേസ്റ്റ് ചെയ്ത് ആമസോണിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൺ ഓഫ് വരുമ്പോൾ എവിടെയാണ്. ബാറ്ററി ഇൻഡിക്കേറ്റർ ഇതാണ്. മൾട്ടിമീഡിയ കീസ് ഉണ്ട് ഇത് രണ്ടും. പിന്നെ ക്യാപ്സ് ലോക്ക് ഇൻഡിക്കേറ്റർ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. ഞാനത് വിട്ടുപോയതാണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. അത് പിന്നീട് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൽക്കുലേറ്റർ, ബാറ്ററി ചെക്ക്, ലോക്ക്, ഹോം ഇതൊക്കെ ഉണ്ട്. ടൈനി യൂണിഫൈങ് റിസീവർ, ബാറ്ററി ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ട് കുറച്ചും കൂടി അതിൻ്റെ ഡീറ്റെയിലുകളെല്ലാം അതിൻ്റെ സൈസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ റിവ്യൂസ് ഒക്കെ ഉണ്ട്. പലരും ഉപയോഗിച്ചതിൻ്റെ റിവ്യൂസ്, അതിൻ്റെ ഫോട്ടോസും അതൊക്കെ ഇട്ടിട്ടുണ്ട്. വെരി കംഫർട്ടബിലിറ്റി, ഇറ്റ് ഇസ് ബിറ്റ് ഹെവി. ശരിയാണ്, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. സാധാരണ വയർലെസ് കീബോർഡിനേക്കാൾ കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. അതെനിക്ക് പാംബ്രസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പലരും റിവ്യൂസ് എഴുതിയിട്ടുണ്ട്, റിവ്യൂസൊക്കെ എഴുതിയിട്ടുണ്ട്. പലരും നല്ല ഒരു കീബോർഡായിട്ടാണ് അതിൻ്റെ അത് പറയുന്നത്. പിന്നെ നെഗറ്റീവ് വളരെ കുറവാണ്. അപ്പോൾ റിവ്യൂ നോക്കി എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നോക്കി തന്നെ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് ലിനക്സിൽ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഉബുണ്ടു ലോഡ് ചെയ്തിരിക്കുകയാണ്. ഉബുണ്ടുവിൽ ആക്ച്വലി ഈ കീബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഉബുണ്ടുവിൽ ഇത് വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ കീബോർഡ് ഞാൻ മൗസ് വർക്ക് ചെയ്യുന്നുണ്ട്. മൗസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ഇതിലെല്ലാം മൗസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മൗസ് വർക്ക് ചെയ്യുമെന്നുള്ളത് മൗസും കീബോർഡും ഈ ലോഗിടെക് എന്ന് പറയുന്ന ഈ ഒരു കീബോർഡും മൗസും കമ്പാറ്റബിലിറ്റി അവർ പറയുന്ന വിൻഡോസും ക്രോമും മാത്രമേ ആണെങ്കിൽ കൂടിയും ഈ ലിനക്സ് അധിഷ്ഠിതമായിട്ടുള്ള ഉബുണ്ടുവിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇതിനകത്ത് ഞാൻ സ്ക്രോൾ വർക്ക് ചെയ്യുന്നുണ്ട്, സ്ക്രോൾ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലോസ് ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ് ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഉബുണ്ടുവിലും ഈ കീബോർഡും മൗസും ഈ ലോഗിടെക് ഈ ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കീബോർഡ് നമുക്ക് വിൻഡോസിലും ഉബുണ്ടുവിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലിനക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ US ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇത് വർക്ക് ചെയ്യാൻ പറ്റും. മാക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാക്കിലും വർക്ക് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നതായിരിക്കും, കാരണം അത് ലിനക്സ് ബേസ്ഡ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കീബോർഡിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഉപയോഗം. ഞാനിതെൻ്റെ ഡേ ടു ഡേ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കമ്പനിയുടെ പേര് AART34 എന്നാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വയർലെസ് കീബോർഡ് മൗസ് ഉപയോഗിക്കാൻ കാരണം ഈ നമ്മുടെ ലാപ്ടോപ്പിൽ 2 മൗസ് USB കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി പവർ കൂടുതൽ യൂസ് ചെയ്ത് തീർന്നു പോകുമെന്നുള്ളൊരു കാരണം കൊണ്ടാണ് കീബോർഡ് മൗസ് ഉള്ളൂ വയർലെസ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമുക്ക് കംഫർട്ടബിളാണ്. നമുക്കത് കംഫർട്ടബിളും ഒക്കെ ഉള്ള രീതിയിൽ വയർ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടന്നാൽ അതൊക്കെ മുട്ടി അവസാനം കീബോർഡൊക്കെ താഴെ വീണ് മൗസൊക്കെ താഴെ വീണ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വയർലെസ്സിലേക്ക് തിരിയാൻ കാരണം. പക്ഷേ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വയർലെസ് ഉപയോഗിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രിസിഷൻ, ടൈം, ലാഗ് കുറച്ചുണ്ടാകും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫീസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ലാഗ് നമുക്ക് വലുതായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ആർക്കെങ്കിലും ഈ കീബോർഡ് ഉപയോഗിക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് ബാക്കിയുള്ള കീബോർഡിനെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ എങ്കിൽ കൂടി കുറച്ച് കാലം നമുക്ക് നിലനിൽക്കും, അല്ലെങ്കിൽ കാലം കുറച്ച് നാൾ നിൽക്കുമെന്നുള്ളൊരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും കുറച്ചും കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര നാളിത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എത്ര നാൾ നിൽക്കും, എത്ര നാൾ ഉപയോഗിക്കാൻ കഴിയും കംഫർട്ടബിളായിട്ട്, അല്ലെങ്കിൽ കേടുവരാതെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.